ഹലോ എല്ലാവർക്കും വെൽക്കം ടു നിതീസ് കുക്ക് ആൻഡ് ജോയ്. ഞാൻ ഇന്ന് വെണ്ടയ്ക്ക എങ്ങനെയാണ് ഞാൻ സ്റ്റോർ ചെയ്യുന്നതെന്ന് കാണിക്കുന്നത് കേട്ടോ. എൻ്റെ രീതിയിൽ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞിട്ടുള്ള വെണ്ടയ്ക്കയാണ് എടുക്കുന്നത്. കാരണം നമ്മളിത് ഡയറക്റ്റായിട്ട് കറിയിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ വയ്ക്കുമ്പോൾ ഞാനൊരു 6 മാസം വരെയൊക്കെ എനിക്കിത് ഒരു രുചി വ്യത്യാസവും ഇല്ലാതെ എനിക്ക് എടുക്കാൻ പറ്റാറുണ്ട്. 2 രീതിയിലാണ് ഞാൻ വയ്ക്കുന്നത്. ഒന്ന് തോരനുള്ള രീതിയിലും ഒന്ന് കറി വയ്ക്കാനുള്ള രീതിയിലും. തോരനുള്ളത് ഒരു ദിവസത്തേക്ക് കണക്കാക്കിയിട്ട് അരിഞ്ഞിട്ടാണ് ഓരോ സെപ്പറേറ്റ് ബോക്സിലാക്കിയിട്ടാണ് എടുത്ത് വയ്ക്കുന്നത്. തോരനുള്ളത് മാത്രം അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുള്ളൂ. കറി വയ്ക്കാനുള്ളത് ഒരുമിച്ച് സിപ്ലോക്ക് ബാഗിലിട്ടിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ ആവശ്യത്തിന് അതിൽ നിന്ന് എടുത്താൽ മതിയാവും. നമ്മളിതൊരിക്കലും ഇതിൻ്റെ തണുപ്പ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ കറിയിലോട്ട് ഇടണം. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ടേസ്റ്റോ അല്ലെങ്കിൽ ആ ഒരു ടെക്സ്ചറോ നമുക്ക് കിട്ടില്ല. ഇത് ഞാൻ കുറച്ച് ദിവസം മുന്നേ ചെയ്ത് വെച്ച വെണ്ടയ്ക്കയാണ് കേട്ടോ. സീസണലായി കിട്ടുന്ന എല്ലാ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഞാൻ ഇതുപോലെ സ്റ്റോർ ചെയ്യാറുണ്ട്. വെണ്ടയ്ക്ക, മുരിങ്ങയ്ക്ക, അതുപോലുള്ള പച്ചമാങ്ങ, സ്ട്രോബെറി, അങ്ങനെ നമുക്ക് എന്താണോ സീസണലായിട്ട് കിട്ടുന്നത്, വിലക്കുറവിൽ കിട്ടുന്നത്, അത് സ്റ്റോർ ചെയ്ത് വയ്ക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ തീയൽ വയ്ക്കുവാണ്. വെണ്ടയ്ക്ക തീയൽ ഡയറക്റ്റായിട്ട് ഫ്രീസറിൽ നിന്ന് എടുത്ത് ആ തണുപ്പൊന്നും പോവാതെ ടോ ചെയ്യാനൊന്നും വയ്ക്കരുത്. ഡയറക്റ്റായിട്ട് ഫ്രീസറിൽ നിന്ന് കറിയിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. അപ്പോൾ തന്നെ നമുക്ക് ഒരു എങ്ങനെയാണോ നമ്മൾ മുറിച്ച് വെച്ചത് അതേ ഒരു ടെക്സ്ചറിലേക്ക് തന്നെ നമുക്ക് കിട്ടും. കണ്ടോ, തീയൽ വെച്ചപ്പോൾ ഒരു രുചി വ്യത്യാസം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ, ബൈ.